അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ ബിന്ദു അമ്മണിയുടെ പരാമർശം ശ്രദ്ധിച്ചു കാണും. അതിനു മുമ്പ് ഇപ്പോഴിതാ NK പ്രേമചന്ദ്രൻ MP അദ്ദേഹം പലപ്പോഴും ഈ പാർലമെൻറ്റിൽ സംസാരിക്കുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് വസ്തുനിഷ്ഠമായാണ് പാർലമെൻറ്റിൽ അദ്ദേഹം സംസാരിക്കാറുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഓരോ വിഷയവും, അത് ബില്ലിന്മേൽ ആകട്ടെ പ്രമേയത്തിന്മേലാകട്ടെ, ആ വിഷയത്തിൻ്റെ പൊളിറ്റിക്സിനപ്പുറത്ത് അതിൻ്റെ സാമൂഹികമായ ആഘാതം, അത് സാമ്പത്തികമായി എങ്ങനെ ബാധിക്കുന്നു, നിയമപരമായി അത് എങ്ങനെ നിലനിൽക്കുന്നു, ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ NK പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ അത് ഒരു കലാപാഹ്വാനത്തിന് സമാനമായ തരത്തിൽ ആണ് എന്നുള്ളതാണ് ബിന്ദു അമ്മണിയെ പോലെയുള്ളവരുടെ പ്രതികരണം. വലിയ തോതിൽ, അതായത് ഈ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് ശബരിമലയിലേക്ക് ബിന്ദു അമ്മണിയും രഹ്ന ഫാത്തിമയും എത്തിയത് എന്ന് എങ്ങനെയാണ് NK പ്രേമചന്ദ്രനെ പോലെ ഒരാൾക്ക് പറയാൻ സാധിക്കുക? ഈ ചർച്ചയിൽ ശ്രീ NK പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയമല്ല നമ്മളിവിടെ നോക്കുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാൾ. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഭാരതത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കാണാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് RSP എന്നാണ്. ആ കൊടിയുടെ നിറം താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ. ആ RSP പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അത് UDF-നൊപ്പം നിൽക്കുന്നു എന്ന് കരുതി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൊതു സ്വഭാവമാണല്ലോ നവോത്ഥാന ചിന്താഗതി എന്നുള്ളത്. അപ്പോൾ അവർക്ക് സ്ത്രീ പ്രവേശനത്തോട് എങ്ങനെ വിയോജിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ എന്ത് കഴിച്ചാണ് കയറിയത് എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ നമുക്ക് തീരെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞത് 100% സത്യമായ കാര്യമാണ്. കാരണം ഇത് ഇപ്പോഴത്തെ എങ്ങനെയാണ് താങ്കൾക്ക് സത്യമെന്ന് പറയാൻ സാധിക്കുക? ഞാൻ പറയാം. ഇത് ഈ കഴിഞ്ഞ ദിവസം പന്തളത്ത് നടത്തിയ UDF-ന്റെ വിശ്വാസി സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വിവാദ വിഷയമൊന്നുമല്ല. ഇത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ ബാലഗോപാലാണ്. ഇതേ പ്രസ്താവന തന്നെ അദ്ദേഹം പ്രേമചന്ദ്രൻ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന്റെ ഭാഗമായി കൊല്ലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതേ വിഷയം തന്നെയാണ് അവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിനെതിരായിട്ട് ശ്രീ ബാലഗോപാൽ കേരള ഹൈക്കോടതിയിൽ പ്രേമചന്ദ്രനെതിരെ കേസ് കൊടുത്തിരുന്നു. ആ കേസ് തള്ളിപ്പോയി. അതിനുശേഷം ബാലഗോപാൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സ്പെഷ്യൽ ലീവ് പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ള ഒരു ചരിത്രപരമായ കാര്യം ഇതിന്റെ പിറകിലേ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവന 100% ശരിയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവാദത്തിനും പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കിയാണല്ലോ ബാലഗോപാൽ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് തള്ളിപ്പോയത്. ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രേമചന്ദ്രൻ പറഞ്ഞതിനകത്താണോ വിശ്വാസ്യത, ബിന്ദു അമ്മണി പറഞ്ഞതിനകത്താണോ വിശ്വാസ്യത എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ബിന്ദു അമ്മണിയുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ബിന്ദു അമ്മണി എന്ന് പറയുന്ന ആള് പിണറായി സർക്കാരിന്റെ കയ്യിലെ ഒരു ചട്ടുകം മാത്രമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സമാധാനത്തോടെ ഉണ്ടായിരുന്ന കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനെ തെരുവിലേക്ക് ഇറക്കിയതിന്റെ കാരണക്കാരിൽ ഒരാൾ ശ്രീമതി ബിന്ദു അമ്മണി തന്നെയാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കുക, ശബരിമലയിലേക്ക് യുവതികളുടെ പ്രവേശനം സുപ്രീം കോടതിയുടെ വിധി അവിടെ നിൽക്കട്ടെ, പക്ഷെ പോകുന്ന ആൾക്ക് ഒരു അയ്യപ്പ ഭക്തയാകണം എന്നുള്ള ഒരു ബേസിക് ആയ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ശ്രീമതി ബിന്ദു അമ്മണി അപ്രകാരം ഒരു അയ്യപ്പ ഭക്തയൊന്നുമല്ല. അവർ 2019 ജനുവരി മാസത്തിൽ ശബരിമലയിലേക്ക് പോയതിനു ശേഷം തൊട്ടടുത്ത് അവർ പങ്കെടുത്ത പരിപാടി എന്താണ്? കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ സ്വതന്ത്ര ലോകം 2019 എന്ന് വെച്ചാൽ യുക്തിവാദികളുടെ സംഘടനയുടെ മീറ്റിംഗിലേക്കാണ് ബിന്ദു അമ്മണി പോയത്. ശബരിമലയിലെ അയ്യപ്പനെ സന്ദർശിക്കുന്ന ഭക്തി ഒരിടത്ത് നിൽക്കുന്നു, ഒരിടത്ത് ഭക്തി ഇല്ലായ്മയുടെ വിശ്വാസം നിൽക്കുന്നു. ഇത് രണ്ടുകൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ബിന്ദു അമ്മണി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ബിന്ദു അമ്മണിക്ക് ഇപ്രകാരം ശബരിമലയിൽ പോകണമെന്നുള്ള ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് പിണറായി സർക്കാർ എങ്ങനെയാണ് അറിഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. ബിന്ദു അമ്മണിയിലേക്ക് തേടി ചെല്ലുകയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ബിന്ദു അമ്മണി മാത്രമായിരുന്നില്ല, നിരവധിയായ സ്ത്രീകൾ ആ സമയത്ത്, താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, പുറത്തു നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്നിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. അതിൽ ചില ആളുകൾ ഈ പ്രതിഷേധത്തെ തുടർന്ന് പുറത്ത്, അതായത് അവിടെ നിന്ന് പിൻവാങ്ങിയവർ ഉണ്ട്. ഈ കോടതി വിധിയോട് ഇത്തരം വിയോജിപ്പുണ്ട് എന്ന് അറിയാതെ വന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ വന്നവരുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന സ്ത്രീ സംഘത്തെ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത് താങ്കൾക്ക് ഓർമ്മ കാണും. അപ്പോൾ ബിന്ദു അമ്മണിക്ക് മാത്രമല്ലല്ലോ, അങ്ങനെ സർക്കാരിനെ നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, ബിന്ദു അമ്മണി എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബിന്ദു അമ്മണിയുടെ രാഷ്ട്രീയം തന്നെയാണ്.
കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം എന്ന് പറയുന്ന കേരളത്തിലെ യുക്തിവാദി സംഘടനയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനവും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ്. 2019 ശബരിമലയിലേക്ക് പോയി വന്നതിന് ശേഷം ആദ്യം ചെയ്ത പരിപാടികളിൽ ഒന്നാണ്. ഇവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ CPI-ML അവർക്ക് രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം ദൈവവിശ്വാസത്തിന് എതിരാണല്ലോ. CPI-ML എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിന്ദു അമ്മണി. ഭീം ആർമി എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിന്ദു അമ്മണി. ഈ ബിന്ദു അമ്മണി കയ്യടി നേടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയോ കയ്യിലെ ചട്ടുകമായിട്ടൊന്ന് ശബരിമലയിലേക്ക് പോയേക്കാം എന്നുള്ള അല്ല, അവിടെ ബിന്ദു അമ്മണി നേരത്തെ പറഞ്ഞിരുന്നു, അതായത് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാകുന്ന കോടതി വിധി ഉണ്ടാകുന്നു, അവിടെ സ്ത്രീ വിവേചനത്തിന് തുറന്നു കാട്ടപ്പെടുന്ന ഒരു കോടതി വിധിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ കോടതി വിധി നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്ന് പറയുന്നുണ്ട് ബിന്ദു അമ്മണി. കോടതി വിധി നടപ്പാക്കേണ്ടത് അയ്യപ്പനിൽ വിശ്വാസമുള്ള ഒരു യുവതിയായിരുന്നു പോകേണ്ടിയിരുന്നത്. അയ്യപ്പനിൽ വിശ്വാസമുള്ള യുവതിയാണെങ്കിലും അനുവദിക്കുമായിരുന്നോ? അങ്ങനെ അയ്യപ്പനിൽ വിശ്വാസം അർപ്പിച്ചു വന്നവരുണ്ടല്ലോ അവിടെ. അവരാണല്ലോ ഈ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിയത്. അയ്യപ്പനിൽ വിശ്വാസമുള്ള യുവതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ പ്രവേശിപ്പിക്കണമെന്നുള്ള താല്പര്യം സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു അമ്മണിയെ എപ്രകാരമാണോ ജീപ്പിൽ കിടത്തി കൊണ്ടുപോയെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞത് അതേപോലെ തന്നെ അവരെ കൊണ്ടുപോകണമായിരുന്നു. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ പറ്റി ചർച്ച വരുന്നത് കൊണ്ടാണ് ഇത് പ്രശ്നം വരുന്നത്. വേറെ ഒരു യുവതി കയറിയിരുന്നുവെങ്കിൽ അവരുടെ രാഷ്ട്രീയവും നമ്മൾ അന്വേഷിക്കുമല്ലോ, അവരുടെ ഈശ്വര ചിന്താഗതിയെ പറ്റി നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്രകാരം അന്വേഷണം നടത്തുമ്പോൾ അവര് അയ്യപ്പനിലോ അല്ലെങ്കിൽ ദൈവങ്ങളിൽ വിശ്വാസമുള്ള ആളാണ് എങ്കിൽ ഈ വിവാഹത്തിന് പ്രസക്തിയില്ലല്ലോ. ശ്രീ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായും ഭംഗിയായിട്ടും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന, സത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ശ്രീമതി ബിന്ദു അമ്മണിക്ക് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം കള്ളമാണ് എങ്കിൽ എന്തുകൊണ്ട് 2019 തൊട്ട് പ്രേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു? നാളിതുവരെ എന്തുകൊണ്ട് അവർക്കൊരു നിയമപരമായിട്ടുള്ള നടപടികൾ പ്രേമേന്ദ്രനെതിരെ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല? അപ്പോൾ കൃത്യമാണ് പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന മികച്ച പാർലമെന്റേറിയനായിട്ടുള്ള ആ വ്യക്തി ഇതിനെപ്പറ്റി പറഞ്ഞത് 100% സത്യമാണ്. ബിന്ദു അമ്മണിക്ക് ബീഫും അതുപോലെ തന്നെ ഈ പൊറോട്ടയും കൊടുത്തതിന് ശേഷം കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന്റെ ശക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ശ്രീ പ്രേമേന്ദ്രന്റെ ലഭ്യമാണ്. അതുകൊണ്ടാണ് 2019 ബാലഗോപാൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി യാതൊരു തീരുമാനവും എടുക്കാതെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീമതി ബിന്ദു അമ്മണിയുടെ കൂട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലെ കലാപ സാഹചര്യം ഉണ്ടാക്കിയത്. കാരണം സാധാരണഗതിയിൽ യാതൊരുവിധമായ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാത്ത മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ തെരുവിലേക്ക് ഇറക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരി ബിന്ദു അമ്മണി തന്നെയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, NK പ്രേമചന്ദ്രൻ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ബിന്ദു അമ്മണി ചെയ്യുന്നത്. താൻ ശബരിമലയ്ക്ക് പോയ സമയത്ത് പാലായിലെ ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുമില്ല. കോട്ടയത്ത് പോലീസ് ക്ലബിൽ നിന്ന് ഈ ബീഫും അല്ലെങ്കിൽ പൊറോട്ടയും ഒന്നും കഴിച്ചിട്ടില്ല. എന്ത് കഴിക്കണമെന്നത് അവരുടെ സ്വാതന്ത്ര്യം ആണ്. അതോടൊപ്പം പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ട് പോയിട്ടുമില്ല. അതിനൊക്കെ അപ്പുറത്ത് NK പ്രേമചന്ദ്രൻ ബോധപൂർവമായാണ് 2 പേരുകൾ പറഞ്ഞത്. അതിലൊന്ന് ബിന്ദു അമ്മണിയുടെയും മറ്റൊന്ന് രഹ്ന ഫാത്തിമയുടേതുമാണ്. രഹ്ന ഫാത്തിമ തന്നോടൊപ്പം ഉണ്ടായിരുന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ വാദങ്ങളെയും ബിന്ദു അമ്മണി ഈ മട്ടിൽ തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ NK പ്രേമചന്ദ്രൻ വസ്തുതാപരമായാണ് പറയുന്നത് എങ്കിൽ തന്നെ ബിന്ദു അമ്മണിയോടൊപ്പം അന്നുണ്ടായിരുന്നത് കനകദുർഗയായിരുന്നല്ലോ. അല്ല, ബിന്ദു അമ്മണിയുടെ കൂടെയാണ് രഹ്ന ഫാത്തിമ എന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ബിന്ദു അമ്മണിയും രഹ്ന ഫാത്തിമയും കയറിയത് ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ ആചാരങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ വ്രതമോ ശുദ്ധിയോ പാലിക്കാതെയാണ് എന്നാണ് പ്രേമേന്ദ്രൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേമേന്ദ്രന്റെ ആരോപണം എന്താണ്? ശബരിമലയിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ വരേണ്ടത് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ വ്രതശുദ്ധിയും പാലിച്ചുകൊണ്ടായിരിക്കണം. ആ വ്രതശുദ്ധിയോടുകൂടിയല്ല ഈ പറയുന്ന ബിന്ദുവും കനകദുർഗയും രഹ്ന ഫാത്തിമയും ഒക്കെ ക്ഷേത്രത്തിലേക്ക് വന്നത് എന്നുള്ളതാണല്ലോ അതിന്റെ യഥാർത്ഥത്തിലെ വസ്തുത. അതാണ്, ആ വ്രതശുദ്ധി പാലിക്കാതെ വന്നു എന്നുള്ളതാണ്. എനിക്കിപ്പോ ബിന്ദു അമ്മണി പൊറോട്ട കഴിച്ചിരുന്നോ അല്ലെങ്കിൽ ബിന്ദു അമ്മണി ബീഫ് കഴിച്ചിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് പക്ഷെ നമുക്ക് എങ്ങനെയാണ് അവരുടെ വ്രതശുദ്ധിയെയും അവരുടെ വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റുക ശ്രീ RV ബാബു? അല്ല, അത് ചോദ്യം ചെയ്യുന്നത് അവരുടെ അതിനു മുൻപുള്ള ജീവിത രീതികളെ സംബന്ധിച്ചും അതിനുശേഷമുള്ള അവരുടെ ജീവിത രീതികളെയും മനസ്സിലാക്കിയിട്ടാണ്. സാമാന്യനെ നമുക്ക് മനസ്സിലാക്കുക അവരൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എന്ന് എവിടെയും പ്രൂവ് ചെയ്യുന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല. അവര് സ്വന്തം ഞാൻ എന്റെ വിശ്വാസം എന്റെ നിലയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല. കാരണം ശബരിമലയിലേക്കുള്ള കാര്യം എന്ന് പറയുന്നത് അത്
പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കറുപ്പെടുക്കുക, ഇരുമുടിക്കെട്ട് എഴുതുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രകടനാത്മകതയും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബിന്ദു അമ്മണി എവിടെയും എക്സിബിറ്റ് ചെയ്തിട്ടില്ല. ബിന്ദു അമ്മണിയുടെ വിശ്വാസം തെളിയിക്കുന്ന അതിനു മുൻപ് ബിന്ദു അമ്മണി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നലെ പ്രാർത്ഥിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായിട്ടോ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല.